ഓംധാരയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവാം, ഇത് ഞാൻ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരു പുതിയ ഭക്ഷണശാലയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിദൂര നഗരത്തിലെ തെരുവുകളിലൂടെ നടക്കുന്നു. പെട്ടെന്ന് ഒരു മിന്നൽ പോലെ ഒരു നിമിഷം ആ സ്ഥലത്തെ ഓരോ കോണും, ആ അന്തരീക്ഷം, ആ സംഭാഷണം പോലും നിങ്ങൾക്ക് അവിശ്വസനീയമാംവിധം പരിചിതമായി തോന്നുന്നു. എല്ലാം മുൻപ് എപ്പോഴോ അനുഭവിച്ചറിഞ്ഞതുപോലെ. ശാസ്ത്രം ഇതിനെ മുൻപ് കണ്ടിട്ടുണ്ട് ഫ്രഞ്ച് ഭാഷയിൽ ഡെജാവു എന്ന് വിളിക്കുമ്പോൾ ആത്മീയ ലോകം അതിന് മറ്റൊരു നിർവചനമാണ് നൽകുന്നത്. ഈ പ്രതിഭാസം വെറുമൊരു മസ്തിഷ്കപ്പിഴവല്ല, പിന്നെയോ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ രഹസ്യസൂചനകളാണ്. ഈ അനുഭവം ലോകമെമ്പാടുമുള്ള 70% ആളുകളിലും ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ 20 മിനിറ്റിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മുൻപ് അവിടെ വന്നിട്ടുള്ളത് പോലെ തോന്നുന്നതിന്റെ പിന്നിലെ ആത്മീയതയും സൈദ്ധാന്തിക ശാസ്ത്രവും ഇഴചേർന്ന ആഴത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് ചുരുളഴിക്കാം. മുൻപ് കണ്ടിട്ടുണ്ട് എന്ന അനുഭവത്തിന്റെ പിന്നിലെ ഏറ്റവും പ്രബലമായ ആത്മീയ സിദ്ധാന്തം മുൻ ജന്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ശരീരം ഈ ലോകത്ത് പുതിയതാണെങ്കിലും നമ്മുടെ ആത്മാവ് അനവധി ജീവിതചക്രങ്ങളിലൂടെ കടന്നുപോയതാണ്. ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അവരുടെ ആത്മാവ് ഈ ലോകത്തെ അനുഭവങ്ങൾ, വികാരങ്ങൾ, പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളുമായുള്ള തീവ്രമായ ബന്ധങ്ങൾ എന്നിവയെ ഒരു ആത്മമുദ്ര ആയി സംഭരിക്കുന്നു. ഈ മുദ്ര ആത്മാവിന്റെ യാത്രയിൽ അടുത്ത ജന്മത്തിലേക്ക് കൂടെ കൊണ്ടുപോകുന്ന ഒരു ഊർജ്ജരേഖയാണ്. നിങ്ങൾ ആദ്യമായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അതിന്റെ മുൻ ജന്മത്തിലെ ഓർമ്മകളെ തിരിച്ചറിയുന്നു. ഒരു പഴയ ഗ്രന്ഥശാലയിലോ ഒരു കുന്നിൻ മുകളിലെ ആരാധനാലയത്തിലോ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ പരിചിതത്വം നിങ്ങളുടെ ഈ ജന്മത്തിലെ കണ്ണുകൾ കാണുന്ന കാഴ്ചയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് മുൻപ് അവിടെ നടന്നുപോയതിന്റെ, പ്രാർത്ഥിച്ചതിന്റെ, അല്ലെങ്കിൽ ജീവിച്ചതിന്റെ ഓർമ്മകളാണ്. ഈ സ്ഥലങ്ങളുമായുള്ള വൈകാരികവും ഊർജ്ജപരവുമായ ബന്ധം നിങ്ങളുടെ പുതിയ ശരീരത്തെയും മനസ്സിനെയും ആ നിമിഷം സ്പർശിക്കുന്നു. ഒരുപക്ഷേ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് അനുഭവിച്ച ആ സ്ഥലം നിങ്ങളുടെ മുൻ ജന്മത്തിലെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമോ ആകാം. ഈ ഓർമ്മകൾ നിങ്ങളുടെ ഉബോധ മനസ്സിൽ നിന്ന് ഒരു മിന്നൽ പോലെ ബോധമനസ്സിലേക്ക് പ്രവഹിക്കുമ്പോഴാണ് മുൻപ് കണ്ടിട്ടുണ്ട് എന്ന തോന്നൽ ഉണ്ടാകുന്നത്. മറ്റൊരു തലത്തിലേക്ക് കടന്നാൽ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന അനുഭവം എന്നത് സമയത്തിലെ ഒരു ചെറിയ വിള്ളൽ മൂലമോ അല്ലെങ്കിൽ സമാന്തര ലോകങ്ങളിലെ അനുഭവങ്ങൾ കാരണമാണ് എന്നും വാദങ്ങളുണ്ട്. ചില ശാസ്ത്ര സിദ്ധാന്തങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധമനസ്സും ഉബോധമനസ്സും വിവരങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു ചെറിയ താളപ്പിഴ സംഭവിക്കുമ്പോൾ ഈ തോന്നൽ ഉണ്ടാകുന്നു എന്നാണ്. നമ്മുടെ തലച്ചോറിൽ 2 പാതകളാണ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഒന്ന് ഹ്രസ്വകാല ഓർമ്മകൾക്ക്, മറ്റൊന്ന് ദീർഘകാല ഓർമ്മകൾക്ക്. ഒരു പുതിയ അനുഭവം നിങ്ങളുടെ ഉബോധ മനസ്സിലെ ദീർഘകാല ഓർമ്മകളുടെ പാതയിൽ ബോധമനസ്സിനേക്കാൾ 1 മില്ലിസെക്കൻഡ് മുൻപ് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബോധമനസ്സ് അത് സ്വീകരിക്കുമ്പോൾ അത് ഒരു പഴയ ഓർമ്മയായി വ്യാഖ്യാനിക്കുകയും ഇത് മുൻപ് കണ്ടതാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് ഒരു ടേപ്പ് റെക്കോർഡർ പ്രവർത്തിക്കുന്നതിനു മുൻപ് തന്നെ കേൾക്കുന്ന ഒരു പ്രതിധ്വനി പോലെയാണ്. ഈ ഹ്രസ്വമായ വൈദ്യുതബന്ധം പ്രതിഭാസത്തെയാണ് പല നാഡീരോഗ വിദഗ്ധരും മുൻപ് കണ്ടിട്ടുണ്ട് എന്ന അനുഭവമായി കാണുന്നത്. ക്വാണ്ടം സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അനവധി സമാന്തര ലോകങ്ങളിൽ നമ്മുടെ മറ്റ് രൂപങ്ങൾ ഒരേ സമയം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ സമാന്തര ലോകത്തിലെ നിങ്ങളുടെ മറ്റൊരാൾ ആ സമയത്ത് തന്നെ ആ സ്ഥലത്ത് സമാനമായ ഒരനുഭവം നേടുകയായിരുന്നു. പ്രപഞ്ചം എന്നത് ഊർജ്ജ തരംഗങ്ങളുടെ ഒരു സമുദ്രമാണ്. വളരെ നേരിയ ഒരു ഊർജ്ജബന്ധം വഴി ഒരു ലോകത്തിലെ അനുഭവം ഈ ലോകത്തിലെ നിങ്ങൾക്കും ലഭിക്കുന്നു. ഇത് 2 വ്യത്യസ്ത ലോകങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ യാദൃച്ഛികമായി ഒന്നിച്ചു ചേരുന്ന ഒരു ക്വാണ്ടം പ്രതിഭാസമാണ്. നമ്മുടെ മറ്റേ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിന്റെ ചെറിയൊരു പ്രതിധ്വനിയാണ് മുൻപ് കണ്ടിട്ടുണ്ട് എന്ന അനുഭവമായി നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട് എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ വെറും മസ്തിഷ്കപ്പിഴവായി തള്ളിക്കളയരുത്. ഈ അനുഭവം നമ്മുടെ യാത്രയിൽ ഒരു വഴികാട്ടി ആയി പല ആത്മീയ ഗുരുക്കന്മാരും കണക്കാക്കുന്നു. ഇതൊരു സന്ദേശമാണ്. നിങ്ങളുടെ പാത ശരിയാണ്, ആ സ്ഥലവും ആ നിമിഷവും നിങ്ങളുടെ ഈ ജന്മത്തിലെ യാത്രയിൽ വളരെ നിർണായകമാണ് എന്നതിന്റെ സൂചനയാവാം അത്. നിങ്ങളുടെ ആത്മാവ് മുൻപ് തീരുമാനിച്ച പാതയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ആ സ്ഥലത്ത് ശ്രദ്ധിക്കണം, കാരണം അവിടെ ഒരു പ്രത്യേക ഊർജ്ജം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു വ്യക്തി, പഠിക്കേണ്ട ഒരു പാഠം, അല്ലെങ്കിൽ നടപ്പാക്കേണ്ട ഒരു ലക്ഷ്യം. അതാണ് ആ മുൻപ് കണ്ടിട്ടുണ്ട് എന്ന അനുഭവം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ണുകളടച്ച് ആ നിമിഷത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുക.
ഈ നിഗൂഢ സത്യം നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ച നൽകി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും മുൻപ് കണ്ടിട്ടുണ്ട് എന്ന കഥകളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഇതുപോലുള്ള രഹസ്യങ്ങൾ ഇനിയും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നിഗൂഢ സത്യവുമായി വീണ്ടും കാണാം.